പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ജാസ്മിൻ ആ പയ്യനെ കബളിപ്പിക്കുകയാണോ എന്ന്. ഇപ്പം ദാണ്ട് ഓരോ കാര്യങ്ങളും കൊണ്ട് അങ്ങനെ തെളിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. രാവിലെ അപ്സരയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, ചേച്ചി ഈ ആഴ്ച അവൻ തിരികെ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്സരയും ജാസ്മിനും രണ്ടുപേരും വരുന്ന സീക്രട്ട് റൂമിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ജാസ്മിൻ ഒരു വാക്ക് പറയുന്നുണ്ട്, ചേച്ചി അവൻ എവിടെ ആയാലും ഞാനിവിടെ എന്താ ചെയ്യുന്നത്, എന്നോട് കരയുവാണോ ഇരിക്കുവാണോ കിടക്കുവാണോ എല്ലാം അവന് കാണുന്നുണ്ട്, പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതൊരു പോയിന്റാണ്. രണ്ടാമത് ശരണ്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരണ പറയുന്നുണ്ട്, നീ ഓരോന്ന് ചോദിക്കുന്ന കൊച്ചു പിള്ളേരോട് ചോദിക്കുന്ന പോലെ ഇഷ്ടപ്പെട്ട കളർ ഏതാ, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ, ഏത് സ്ഥലം ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിനോട്. അതിനിടയ്ക്ക് പറയുന്നു, നീ ഇനിയും എറണാകുളത്ത് ലോഡ്ജ് എടുത്ത് ഒരാഴ്ച അവിടെ താമസിച്ചാൽ മതിയെന്ന്. അപ്പോഴും തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല, വേണ്ട എന്നുള്ള രീതിയാണ്. റസ്മിനുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. റസ്മിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഉറ്റ സുഹൃത്താണെന്ന് ഓർക്കണം റസ്മിന് വരെ സംശയം തോന്നി, നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. പലപ്പോഴും നിങ്ങളുടെ രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നെന്ന്. അതുപോലെ ജിൻഡുവുമായിട്ട് രാത്രി ഒരു പ്രശ്നം ഉണ്ടായപ്പം ജിൻഡു ഇങ്ങനെ പറഞ്ഞു, നീ ഒറ്റ വ്യക്തി കാരണം അവൻ പോയെന്ന് പറഞ്ഞപ്പം പറയുന്നു, അവൻ പോയാലും ഗബ്രി പോയാലും നിന്നാലും അതെൻ്റെ മിടുക്ക എന്നും പറയുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഓരോന്ന് സംശയം തോന്നുകയാണ് ആ പയ്യനെ ഈ ജാസ്മിൻ ഇതുപോലെ ഒരു പ്രവൃത്തി കൊണ്ട് മുന്നോട്ട് വന്ന് അതിനെ കബളിപ്പിച്ചതാണോ, ഗബ്രി ഇവിടെ നിന്ന് പോകേണ്ട ആളായിരുന്നു. ഗബ്രി എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ജാസ്മിൻ എന്നാൽ ഈ അലച്ചാത്തമൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യം ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനിയും മുന്നോട്ട് എങ്ങനെയായിരിക്കും ജാസ്മിൻ.